പൊളിക്കുന്നുണ്ടല്ലേ? നമ്മുടെ വീടുകളിൽ കസേര വലിക്കുമ്പോ അല്ലെങ്കിൽ അമ്മമാർ ആ പാത്രത്തുമ്മൽ ഇങ്ങനെ ഉരസുമ്പോ ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോ ഒരു ചെറിയ പല്ല് പൊളിപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് അറിയോ? നമ്മുടെ കേൾവിക്ക് ഉത്തരവാദിയായ ഓഡിറ്ററി നെർവും നമ്മുടെ പല്ലുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ട്രൈജെമിനൽ നെർവും തമ്മിൽ ചില നെർവ് കണക്ഷനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്ന് സ്വല്പം കൺഫ്യൂസ്ഡ് ആവുന്നത് കൊണ്ടാണ് ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പല്ലില് ഒരു പുളിപ്പോ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് പല്ലിന് ഡയറക്ട്ലി പ്രശ്നമുള്ളത് കൊണ്ടല്ല ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പല്ല് പുളിപ്പ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇനി പല്ലിന് പുളിപ്പുണ്ടാക്കുന്ന ഡയറക്റ്റ് റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? പല്ലിൽ കേടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പല്ലിന്റെ മോണ ഇറങ്ങുന്നത് കാരണം പല്ലിന്റെ വേര് എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ട്, സ്ഥിരമായിട്ട് അസിഡിക് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന ആളുകൾക്ക് പല്ലിൽ ഇറോഷൻ വരുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷിംഗ് കാരണം പല്ലിന്റെ ഇനാമലിന് തേയ്മാനം വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പല്ല് കൂട്ടിക്കടിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പല്ലിന് എട്രീഷൻ വരുന്നതുകൊണ്ട്, ഈ റീസൺസുകളൊക്കെ കൊണ്ടാണ് പല്ലിന് സ്ഥിരമായി പുളിപ്പ് അനുഭവപ്പെടാറുള്ളത്. ഇനി പല്ല് പുളിപ്പ് അനുഭവപ്പെടുന്നവർക്ക് അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് സോഫ്റ്റ് ബ്രഷിലേക്ക് മാറ്റാം. അതേപോലെ തന്നെ കൂടുതലായി അസിഡിക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ തോത് ഒന്ന് കുറയ്ക്കാം. ഇനി പല്ലിലെ കേട് കാരണോ അല്ലെങ്കിൽ മോണ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് പല്ലുപുളിപ്പ് അനുഭവപ്പെടുന്നതെങ്കിൽ തൊട്ടടുത്ത ഡെന്റിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്യാം. ഇതുപോലുള്ള ഡെന്റൽ സംബന്ധമായ വിവരങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേജ് ഫോളോ ചെയ്യും.